ബസ് മേഖലയെ തകർക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ്. അശാസ്ത്രീയമായ പെർമിറ്റ് സംവിധാനവും ചില നിബന്ധനകളും വ്യവസായത്തെ വലിഞ്ഞുമുറുക്കുകയാണെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു. ഞങ്ങൾ സമരത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ്. ഒരു കാര്യം ആദ്യം പറയട്ടെ, ഒരിക്കലും ഒരു ചാർജ് വർധനവ് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല. ചാർജ് വർധന നമ്മൾ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ആദ്യം പെർമിറ്റ് 10-40 വർഷമായിക്കൊണ്ടിരുന്ന പെർമിറ്റുകളൊക്കെ റദ്ദ് ചെയ്ത് കളയുക. അതിന് KSRTCക്ക് വേണ്ടി സിംഗിൾ ബെഞ്ച് ഞങ്ങൾ പോയി. സിംഗിൾ ബെഞ്ച് നമുക്ക് അനുകൂലമായി വിധിച്ചു. സമ്മതിച്ചില്ല. അവർ ഡിവിഷൻ ബെഞ്ചിൽ പോയി. KSRTC ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിന് നമ്മൾ അനുകൂലമായിട്ട് വിധിച്ചിട്ട് 3 മാസമായി. ഇതുവരെ പെർമിറ്റ് തന്നിട്ടില്ല. അതോടൊപ്പം തന്നെ KSRTCയുടെ ഒരു കടമയായിട്ട് വണ്ടി ടേക്ക് ഓവർ എന്ന് പറഞ്ഞുകൊണ്ട് 40 വർഷമായിട്ട് ഓടുന്ന വണ്ടികളുടെ കൂടെ ടേക്ക് ഓവർ വണ്ടി ഇടും. എന്നിട്ട് ആ പ്രൈവറ്റ് നിർത്തി കഴിയുമ്പോൾ അവർ നിർത്തിക്കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള അശാസ്ത്രീയമായ പെർമിറ്റ് സംവിധാനവും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വണ്ടി കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നതിനും തൊഴിലാളികൾ പണിയെടുക്കുന്ന സർവീസിന് പെർമിറ്റ് തരില്ല എന്ന വാക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ട് പോലും ഗവൺമെന്റ് പറയുന്നത് തരാൻ പറ്റത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വിദ്യാർത്ഥി കൺസെഷൻ. എല്ലാ വിധികളും കോടതി പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ ബാധ്യത ഏറ്റെടുക്കാൻ ഗവൺമെന്റിനാണ്. കാരണം നമുക്കൊരു ആനുകൂല്യം ഇവർ കിട്ടുന്നില്ല. പോട്ടെ സാറേ. പക്ഷെ 2012 ₹1 ചാർജ് ആക്കിയത് ഈ 2025 പകുതിയായിട്ടും ₹1 ഇവരെ കൂട്ടി തന്നിട്ടില്ല. കേരളത്തിലെ 80-90% വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത് പ്രൈവറ്റ് ബസ്സാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർധനവ്, ഇത്രയും നാളായതുകൊണ്ട് എന്തെങ്കിലും ഒരു വർധനവ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ട് അവർ തരുന്നില്ല. PCC പ്രൈവറ്റ് ബസ്സുകാരെ ജോലി ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോ അത് ഉടമസ്ഥൻ പോയി എടുത്തിട്ട് അവനെ വണ്ടിയെ വിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേസ് എടുക്കും എന്ന് പറയുന്നത് എന്ത് ലോജിക്കാ പറയാനുള്ളത്? GPS, സ്പീഡ് ഗവർണർ, ഈ GPS-ന്റെ ഒക്കെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അതേപോലെ യാത്രക്കാർക്ക് എന്തെങ്കിലും അപകടത്തിന്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ബട്ടൺ ഞെക്കുമ്പോൾ RTO ഓഫീസിൽ ബെല്ലടിക്കുകയും അതിന്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടക്കുകയും. പക്ഷെ ഒരു RTO ഓഫീസിൽ നിർവഹിച്ചാൽ ഇതിന്റെ ഒരു മോണിറ്ററിംഗ് നടക്കുന്നില്ല. അതിനുള്ള സംവിധാനമില്ല, ഡിവൈസസ് ഇല്ല. അതുപോലെ തന്നെ ചില സ്പീഡ് ഗവർണറുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഈ ഡിവൈസ് ഇപ്പൊ പിന്നെ പുതിയ വണ്ടിക്ക് വരുമ്പോൾ ഈ ഡിവൈസ് വരുന്നുണ്ട്. പക്ഷെ എല്ലാ വർഷവും 3000 രൂപ കൊടുത്ത് നമ്മൾ അത് പുതുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർവീസ് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്.